ഗുഡ് മോർണിംഗ് മാത്രമല്ല ഇന്ന് അത്തം ദിന ആശംസകൾ കൂടി നേർന്നുകൊണ്ട് തുടങ്ങാം അല്ലേ തുളസി? എന്തായാലും ഇതിപ്പോൾ നമ്മൾ ഈ പ്രേക്ഷകർ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എവിടെയാ നിൽക്കുന്നത് എന്നുള്ളത്. കുറെ പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇത് എവിടെയാണെന്നുള്ളത്. പക്ഷെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഇത് രാജനഗരിയിലാണ്, തൃപ്പൂണിത്തറയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തൃപ്പൂണിത്തറയുടെ പ്രത്യേകത നമ്മൾ പറയേണ്ട, അത്ത ദിവസം നമ്മൾ തൃപ്പൂണിത്തറ തന്നെ വരണം. കാരണം ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ ഓണം അല്ലേ? നമുക്ക് മുന്നിൽ ഒരു ദുരന്ത ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കണം. ആ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് അത്തം തുടങ്ങുന്നത്. അത്തം മുതൽ 10 ദിവസം നമ്മൾ അങ്ങനെ പൂക്കളം ഇട്ടും വർണ്ണാഭമായിട്ട് തന്നെ ആഘോഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായ ഓണം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഔദ്യോഗികമായി ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്നിവിടെ തിരിതെളിയിക്കും എന്ന് തന്നെ പറയാം. ഏതായാലും അത് അത്തനഗറിലാണ്. പക്ഷെ നമ്മൾ അത്തനഗറിലേക്ക് എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാതെ ആ സ്റ്റാച്യു അതൊക്കെ കാണാവുന്നതാണ്. ഇപ്പുറത്ത് കൂത്തമ്പലമാണ്, അവിടെയാണ് നമ്മുടെ പൂർണ്ണത്രയീശ്വര അമ്പലം. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് നമ്മൾ അത്തനഗറിലേക്ക് പോകും. അത്തനഗറിലാണ് ഇന്നത്തെ പൊടിപൂരം അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവിടെ ഉണ്ടാകും. നിരവധി കാഴ്ചകളുണ്ട്, വർണ്ണാഭമായ കാഴ്ചകൾ തന്നെയാണ്. നിരവധി കലാരൂപങ്ങൾ, കലാകാരന്മാരെല്ലാം ഘോഷയാത്രയിൽ അണിനിരക്കും. ഏതായാലും തൃപ്പൂണിത്തുറ അതിനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും തുളസി ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ്. എന്റെ ആദ്യത്തെ എന്താ പറയാ അനുഭവമാണ് ഇവിടെ അത്തനഗറിൽ. ഘോഷയാത്ര ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അത്തച്ചമയ ഘോഷയാത്ര നമ്മൾ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അതെ, തീർച്ചയായിട്ടും കൗതുകവും എന്താ പറയാ ആകാംക്ഷയും ഉണ്ട്. ആ ആകാംക്ഷയൊക്കെ എന്തായാലും അത് പൂർണ്ണമായും തന്നെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ എപ്പോഴും ആഘോഷം കൊണ്ടുവരാറുള്ളത്. ആ ഇത്തവണയുണ്ട്. ഏകദേശം ഒരു 19-ലധികം കലാകാരന്മാരാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവിധ രൂപങ്ങൾ, വേഷങ്ങൾ, പലതരത്തിലുള്ള കുമ്മാട്ടിക്കളിയും കഥകളിയും അങ്ങനെ പല പല തരത്തിലുള്ള വേഷങ്ങളൊക്കെ, പ്രധാനമായും പുലിയുടെ രൂപത്തിലും. അതെ, അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള വേഷങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ അതിന് കാത്തിരിക്കണം കുറച്ചു നേരം കൂടി. ഒരു 10 മണിയോട് കൂടിയാണ് മറ്റേ ഘോഷയാത്രയ്ക്ക് തുടക്കാവുന്നത്. അതിനു മുൻപ് പതാക ഉയർത്തൽ ചടങ്ങുണ്ട്. അത് മന്ത്രി പി രാജീവാണ് നിർവഹിക്കുന്നത്. 10 മണിക്ക് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ആണ് ഈ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ ആ ഒരു വർണ്ണാഭമായ ഘോഷയാത്രയൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അതിനു മുൻപ് നമുക്ക് ഇവിടുത്തെ ഒരുക്കങ്ങൾ എന്താണെന്നും കൂടി അറിയണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഏതായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളെല്ലാം ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോഴത്തെ വൃത്തിയാക്കലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ഏതായാലും കലാകാരന്മാരുടെ വാഹനങ്ങളെല്ലാം നമ്മൾ വരുന്ന വഴിയിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിപുലമായ കാര്യങ്ങൾ തന്നെയാണ്, വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹവും ഒരുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ തൃപ്പൂണിത്തുറ ഇവിടെയുള്ള സ്കൂളുകൾക്കും സർക്കാർ ജീവനക്കാർക്കും എല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും, കാരണം ഇന്ന് അവധി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ അവധി കൊടുക്കേണ്ടതല്ലേ? ഇവിടെയൊക്കെ നമുക്ക് ഈ ഇതിനൊക്കെ ഉത്സവ സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കച്ചവടമായിരിക്കും. ഈ ഏരിയ ഈ പ്രേക്ഷകർ കാണുന്നവർക്ക് അറിയാം. അതായത് ഈ ഭാഗത്തൊക്കെ വന്നവർക്കൊക്കെ അറിയാം ഈ സ്റ്റാച്യു ജംഗ്ഷൻ. അതേപോലെ അവിടെ നിന്ന് തുടങ്ങി, നമുക്ക് ക്യാമറ ഒന്നുകൂടി കാണിക്കാൻ തോന്നുന്നു. അതായത് അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയൊക്കെ ആ ഒരു വൈബ് ഉണ്ട്. രാജവീഥി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. രണ്ട് സൈഡും നിരന്നു നിൽക്കുന്ന കടകളും ആ ചുറ്റിലും നിറയാൻ പോകുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഓണം ആഘോഷങ്ങൾക്ക് എന്ന് പറയുന്നത് അത് ഇവിടെയല്ല, ഓണത്തിന്റെ അത്തനഗറിലാണ്. തുളസി ബസ് വരുന്നുണ്ട്, ഒന്നും അപ്പോൾ അതിന്റെ ആഘോഷം എന്ന് പറയുന്നത് അത്തനഗർ എന്ന് പറയുന്നത് ബോയ്സ് സ്കൂളാണ്. അവിടെ വെച്ചിട്ടാണ് ഈ ആഘോഷങ്ങൾ, അതായത് അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങുന്നത്. അവിടെയാണ് പ്രധാനമായിട്ടും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് നമ്മൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം ഇവിടെ നേരിട്ട് വന്ന് കാണാൻ കഴിയാത്ത പ്രേക്ഷകർക്ക് ഇത് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിനവരെ കൊണ്ടുപോകുന്നത് നമ്മൾ ഈ വഴി അങ്ങ് നടന്നു പോവുകയാണ്. തൃപ്പൂണിത്തുറ വന്നവർക്കൊക്കെ അറിയാം ഈ വഴിയൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന്. എനിക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാൻ തൃപ്പൂണിത്തുറയുടെ മരുമകളാന്ന് പറയുന്നത്. ഇതുപോലെ നിരവധി പേരുണ്ട് തൃപ്പൂണിത്തുറയിൽ വന്നവരും ഇവിടെ ജനിച്ചു വളർന്നവരുമായ നിരവധി പേർക്ക് ഈ ഓണം വാരാഘോഷം, ഈ ഓണത്തിനോടനുബന്ധിച്ച് ഈ ഒരു ഘോഷയാത്ര സത്യത്തിൽ അത് വളരെയധികം ആവേശകരമായ ഒരു കാഴ്ച. പ്രത്യേകിച്ചും കൊച്ചിയിൽ ഈ തൃപ്പൂണിത്തുറയിലുള്ള ഈ ഒരു വാരാഘോഷം, അതുപോലെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ, ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത, നമ്മൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണ്. സത്യത്തിൽ ഈ ദുരന്തങ്ങളുടെ ശ്രുതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആ ദുരന്തത്തെ ഒരിക്കലും മറന്നിട്ടില്ല. കാരണം ആ ദുരന്തം നമുക്ക് ഒരിക്കലും മറക്കാനും സാധിക്കില്ല. പക്ഷേ അതിനെ നമുക്ക് അതിജീവിച്ചേ പറ്റൂ. നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരെല്ലാവരും. ഒരു ദിവസം കൊണ്ട് ഒന്നുമില്ലാതായി പോയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാം നമുക്ക് കൂടെ ചേർത്ത്
ആശ്വസിപ്പിച്ച് നമുക്ക് അവരെ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് നമ്മൾ എന്താ പറയുക, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക എന്നുള്ളതല്ല. അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളിലേക്കും അവരെ ഉൾക്കൊള്ളിക്കണം, അവരെ കൂടെ ചേർക്കണം. അങ്ങനെയെങ്കിലേ നമുക്കതൊക്കെ അതിജീവിക്കാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ദുരന്തമുഖത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ എത്ര തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മളത് കൂടെ ചേർക്കുന്നുണ്ടെങ്കിലും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ആഘോഷങ്ങൾ, കാരണം ഈ ആഘോഷ പരിപാടികളിൽ ഏറ്റവും അധികം ഇത് സഹായകരമാകുന്നത് ഈ കച്ചവടക്കാർക്ക് തന്നെയാണ്, ഒപ്പം കലാകാരന്മാർക്കാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷങ്ങൾ അത് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ ഏറെ ആവശ്യത്തിലാണ് നിരവധി കലാകാരൻ. അഭിപ്രായം വന്നിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു ആഘോഷം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. പക്ഷെ ആ ആഘോഷം വേണ്ട എന്ന് വെക്കുമ്പോൾ അത് ഈ പറഞ്ഞ വരെ ഈ സമയത്ത് കൂടുതലായിട്ട് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അതൊരു തിരിച്ചടിയാകും. അപ്പോൾ അതും കൂടി നമ്മൾ ഉൾക്കൊള്ളണം, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം, അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ഓരോന്നും ഇനി അങ്ങോട്ടും മുന്നോട്ട് പോകുന്നത് അല്ലേ. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, വാർത്തകളുണ്ട് ഇതിനിടയ്ക്ക്, വാർത്തകളുണ്ട്. അതുപോലെ ശ്രുതി, മറ്റൊരു കാര്യമുണ്ട്, ഇടയ്ക്ക് ചില മഴത്തുള്ളികളൊക്കെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. ഏതായാലും മഴ വെല്ലുവിളി ആകുമോ എന്നുള്ളത് അറിയില്ല, എങ്കിലും ആഘോഷ പരിപാടികൾ എന്തായാലും അതെ പോട്ടി പൊടിക്കും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ നമുക്ക് പ്രധാന വാർത്തകളൊക്കെ നോക്കാം. അതെ, പ്രധാന വാർത്തകളുണ്ട്. ഏതായാലും വാർത്തകളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ശ്രുതി സൂചിപ്പിച്ചതുപോലെ നമുക്കിപ്പോൾ ഇന്നലെയാണ് PV അൻവറുമായി ബന്ധപ്പെട്ട അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നു. രാത്രി മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഒരു മണിക്കൂറിലധികം നമ്മളോട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പി ശശിക്കെതിരെ ആഞ്ഞടിച്ചു തന്നെയാണ് അത്. തീർച്ചയായിട്ടും. അതായത് പാർട്ടി ഇപ്പോൾ PV അൻവറിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ, അതായത് പി ശശിയും ADGP MR അജിത് കുമാർ, SP സുജിത് ദാസ് എന്നിവർക്കെതിരെ ഏത് രീതിയിലുള്ള ഒരു നടപടി ആയിരിക്കും എന്നുള്ളത് തന്നെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കും. പി ശശിക്കെതിരെയുള്ള കാര്യങ്ങൾ, ADGPക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അതടക്കമുള്ള വാർത്തകളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാറായോ? തലക്കെട്ടുകൾ പരിശോധിക്കാൻ നമുക്കിപ്പോൾ PCR നിന്നും ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നതേ ഉള്ളൂ. ഏതായാലും നമുക്കിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ തന്നെയാണ് പ്രധാനം. കാഴ്ചകൾക്ക് അപ്പുറത്തൊരു പഴക്കൊലയാണുള്ളത്. പഴക്കൊലയാണ്, അത് തുറന്നു വരുന്നേ ഉള്ളൂ. ചെറിയ രീതിയിൽ മിന്നിയിട്ടേ ഉള്ളൂ. ഏതായാലും ഇവർ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഉണർന്നു വരുന്നോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് തൃപ്പൂണിത്തറയല്ല, ഇതുമായി അടുത്തുള്ള എല്ലാവരും തന്നെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. അവർ ആ ഒരു ആവേശത്തിലേക്ക് കടക്കാൻ. പക്ഷെ അതിനുള്ള മുൻപൊരു ഒരുക്കങ്ങളൊക്കെ വേണ്ടേ. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് പുലർച്ചെ വളരെയധികം പുലർച്ചെയാണ് ഇന്ന്. ഞാൻ 3:30 എഴുന്നേറ്റു ഇങ്ങോട്ട് എത്തണ്ടേ. അതെ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് വാർത്തകളുടെ കാര്യത്തിലേക്കാണ്. അപ്പോൾ അത്തച്ചമയ ഘോഷയാത്രകൾക്കിടെയും ഈ പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും. ഇന്ന് റിപ്പോർട്ടർ 9 മണിയോട് കൂടി ഒരു ബിഗ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ അതിന് പ്രേക്ഷകർ 10 മണി വരെ കാത്തിരിക്കണം. എന്തായാലും പ്രേക്ഷകർ നമ്മോടൊപ്പം തന്നെ തുടരുക. നമ്മൾ ഈ ഘോഷയാത്രയുടെ വിശേഷങ്ങളുമായും ഒപ്പം തന്നെ ഉണ്ടാകും. ഓണം വാരാഘോഷ പരിപാടികൾക്ക് ഇന്നിവിടെ തൃപ്പൂണിത്തുറയിൽ ഔദ്യോഗികമായി 9 മണിയോടുകൂടെ 10 മണിയോടുകൂടെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഏതായാലും 10 മണിക്ക്, അതായത് 10 മണിക്ക് അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുൻപ് പതാക ഉയർത്തൽ ചടങ്ങ്. അതുവരെ എന്ന് പറഞ്ഞ ഇവരുടെ ഒരുക്കങ്ങളുണ്ട്. ആ ഒരുക്കങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ പുലിക്കളിക്ക് ഒരുങ്ങുന്നവരുടെയൊക്കെ ഉണ്ടല്ലോ, അവരെ നല്ല രസം അവരിങ്ങനെ ഒരുക്കുന്നത് കാണാൻ. നമ്മളിങ്ങനെ നോക്കി നിന്ന്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴും ഈ കൂടുതലായിട്ടും കരിമ്പുലിയൊക്കെ ഉണ്ടാവും അതിൽ. നമുക്ക് അവരിങ്ങനെ വയറ് തള്ളി നിന്നിട്ടാണല്ലോ നമ്മളിത് കാണിച്ചു തരുന്നത്. ഭയങ്കര രസമാണ് ആ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. ഇത് മാത്രമല്ല, പിന്നെ പലതരത്തിലുള്ള വേഷങ്ങളുണ്ടാവും. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ പൂരം, ഉത്സവം, പല തരത്തിലാണ് പറയുക. പൂരം, ഉത്സവം, വേല അങ്ങനെയൊക്കെ പറയും. രണ്ടുപേരും പാലക്കാടാണ്. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പറഞ്ഞ ഈ പൂരം, ഉത്സവത്തിന്റെ സമയത്തൊക്കെ ഇതുപോലുള്ള പല വേഷങ്ങളും കാണാറുണ്ട്. അങ്ങനെ ഓരോ വർഷം തോറും വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങളാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ, എൻ്റെ നാട് തൃത്താലയാണ്, ആലൂരാണ്. അവിടെ ഒരു ചമ്മണിക്കാവ് എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഒരുപാട് വേഷങ്ങൾ ഇതുപോലെ പൂരക്കാലം ആയി കഴിഞ്ഞാൽ ഇതുപോലെ പല വേഷങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഈ പൂരത്തിന് തിറയും പൂതവും എന്നൊക്കെ പറയല്ലോ, അത് മാത്രമേ അങ്ങനെ കണ്ടുവരുന്നുള്ളൂ. പിന്നീട് ഇപ്പോൾ ഈ ഒരു ഓരോ വർഷം കൂടുന്നോറും പല വേഷങ്ങൾ കാണാൻ തുടങ്ങി. മറ്റൊരു കാര്യമുള്ളത്, ഈ നമുക്കറിയാം കേരളത്തിന്റെ ഒരു പ്രത്യേകത, വടക്കൻ മലബാറിൽ ചില കലാരൂപങ്ങൾ, തെയ്യം അത്തരത്തിലുള്ള കലാരൂപങ്ങൾ നമ്മൾ മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ മറ്റു ചില കലാരൂപങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ പാലക്കാടൊക്കെ ഈ തമിഴ്നാടുമായി ചേർന്നുകൊണ്ട് മറ്റു ഉൾപ്പെടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇത്തരം ഘോഷയാത്രകളിൽ അണിനിരക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കൗതുകം. അതുപോലെ തെക്കൻ കേരളത്തിലാണെങ്കിലും ഈ ഓരോ പ്രദേശത്തുമുള്ള എല്ലാ കലാരൂപങ്ങളും ഒന്നിച്ചു ചേരുന്ന ഒരു ആവേശ കാഴ്ച കൂടി ഈ ഘോഷയാത്രയുടേതായിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ അവിടേക്കൊക്കെ ഇതുപോലുള്ള കൂടുതൽ വേഷങ്ങൾ വരാൻ ഇവിടെ നിന്നൊക്കെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണോ കൂടുതൽ അങ്ങോട്ടൊക്കെ വരുന്നത്. അതായത് അത്രയും വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇവിടെ തൃപ്പൂണിത്തുറ വന്നു കഴിഞ്ഞാൽ അത്തച്ചമയ ഘോഷയാത്രയൊക്കെ കാണാൻ വരുന്നവർക്ക് കാണാൻ മുന്നിൽ ഒരുക്കിയിട്ടുണ്ടാവുക. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതിപ്പോൾ നമ്മൾ പിന്നെ പറയുന്നതിലല്ല കാര്യം, അത് കാണിച്ചു കൊടുക്കണം.